ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഈ ഒരു CGL എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും പാനിക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷേ പല ആൾക്കാർ പാനിക്കാണ്. എന്തിനാന്ന് വെച്ചാൽ പല യൂട്യൂബ് ചാനലിലും പല വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ കാണുന്നു. പിന്നെ വെണ്ടർ മാറി, വെണ്ടർ ചേഞ്ച് ചെയ്തു, പുതിയ ടീം വന്നു, പഴയ പോലെ മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സെലക്ഷൻ പോസ്റ്റ് പോയി പരീക്ഷ എഴുതിയപ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നി. ഇതൊക്കെയാണ് പല ആൾക്കാരുടെയും പാനിക്കായിട്ട് കാരണം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട യൂട്യൂബിൽ എല്ലാ വീഡിയോസും ഇരുന്ന് കാണുന്ന പരിപാടി നിങ്ങൾ നിർത്തുക എന്നുള്ളതാണ് കേട്ടോ. കാരണം പല ആളുകൾക്കും അറിയാം, ഈ ഒരു സമയത്ത് ഒരു വീഡിയോ ചെയ്താൽ ഒരുപാട് പേര് കാണും, ചാനൽ ഒരുപാട് പേരിലേക്ക് റീച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് വെരിഫൈഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നല്ലാത്ത പല ഇൻസ്ട്രക്ഷൻസ് പോലും നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ വെറുതെ പാനിക്കായി നിർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ വേണ്ടത് അത് മാറി. ഇപ്പോൾ ഇന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ന് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയോട് സാറേ CGL എക്സാമും മാറ്റൂ. ഞാൻ പറഞ്ഞു CGL എക്സാം മാറ്റും, എന്തിനാണ് മാറ്റുന്നത്? പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം, പക്ഷേ CGL എക്സാം മാറ്റും എന്നുള്ളത് SSCൻ്റെ ഒരു വെബ്സൈറ്റിലെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ അറിഞ്ഞിട്ട്. അപ്പോൾ നിന്നോട് ആരാ പറഞ്ഞു വെച്ചാൽ പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിനോട് ആരാ പറഞ്ഞു? ഫ്രണ്ടിൻ്റെ ക്ലാസ് പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ട്രസ്റ്റഡ് അല്ലാത്ത സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ തള്ളിക്കളയുക. നിങ്ങൾ ആകെ ഫോളോ ചെയ്യേണ്ട SSCൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ssc.gov.in എന്ന് പറഞ്ഞ SSCൻ്റെ വെബ്സൈറ്റ് മാത്രം. അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അതല്ലെങ്കിൽ പിന്നെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം ചില യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ RB എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു യൂട്യൂബ് ചാനലാണ്. ചെറിയ മിസ്റ്റേക്കുകൾ കിടക്കുക പറ്റാറുണ്ട്, എന്നാലും നമുക്ക് കുറച്ചെങ്കിലും നോർത്ത് ഇന്ത്യയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ RB പോലത്തെ ചാനലാണ്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചെങ്കിലും വിശ്വസിച്ചാൽ മതി. ബാക്കിയുള്ള ഈ നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കണ്ടിട്ട് യൂട്യൂബ് SSCൻ്റെ വെണ്ടർ മാറ്റുമോ, അല്ലെങ്കിൽ വെണ്ടർ വീണ്ടും മാറ്റുമോ, 13-ാം തീയതി പരീക്ഷ CGL നടക്കുമോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണം. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴുള്ള ഡേറ്റ് എന്ന് പറഞ്ഞാൽ August 13 CGL നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് CGL നടക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകുക. അങ്ങനെ വെണ്ടർ മാറിയിട്ടുള്ള നടത്തിയ ആദ്യ പരീക്ഷയാണ് ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ സെലക്ഷൻ പോസ്റ്റ്. നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാരും പരീക്ഷ എഴുതിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ കണ്ടു. പക്ഷേ പരീക്ഷ ടഫാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാരണം പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ പേപ്പർ വന്നാലേ നമുക്ക് പരീക്ഷ ടഫാണോ ഇല്ലെന്ന് പറയാം. പക്ഷേ പരീക്ഷയുടെ പാറ്റേൺ മാറിയിട്ടുണ്ട്. പാറ്റേൺ ഇത്രയും കാലം TCS ചോദിച്ച പോലത്തെ ഒരു പാറ്റേൺ അല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നല്ലതാണെന്ന് ചോദിച്ചാൽ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടില്ല. കാരണം പരീക്ഷേൻ്റെ ലെവൽ കുറച്ച് കൂട്ടി കട്ട് ഓഫ് കുറച്ച് താഴ്ത്തി കൊണ്ടുവരേണ്ടത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. കാരണം 150, 160 ഒക്കെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ കട്ട് ഓഫ് ചെയ്താൽ അത്ര നല്ലതൊന്നുമല്ല. കാരണം കട്ട് ഓഫ് കൂടുന്തോറും നമുക്ക് ആരാണ് ഏറ്റവും മികച്ചത്, ആരാണ് സെലക്റ്റഡ് ആവേണ്ടതെന്നുള്ള ആ ഒരു എന്താ പറയുക താരതമ്യം കുറഞ്ഞു വരും. കട്ട് ഓഫ് താഴെ നിൽക്കുമ്പോഴേ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും. അപ്പോഴാണ് കട്ട് ഓഫ് ടഫ് പരീക്ഷയിലും വളരെ ലെവൽ കൂടിയ ആളുകൾ നല്ല ടോപ്പായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ അതിന് കട്ട് ഓഫ് താഴെ തന്നെ വേണം കേട്ടോ. അപ്പോൾ അതിന് എന്നെ ആരും തെറി പറയുന്നൊന്നും വേണ്ട. ഞാൻ പറയുന്നത് വെച്ചാൽ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് നിങ്ങൾ, സീരിയസ് ആയിട്ട് CGL പഠിക്കുന്ന ഒരാളാണ്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ ഇത്രയും കാലം 150, 160 റേഞ്ചിലൊക്കെ മാർക്ക് വാങ്ങിയ ഒരാളാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ പാറ്റേൺ മാറിയത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ അത്ര മാർക്ക് ഇനി കിട്ടൂല എന്നുള്ളത് ശരിയായിരിക്കും. കാരണം പരീക്ഷ നിങ്ങളിപ്പോൾ ഇത്രയും കാലം ചെയ്ത പോലത്തെ ഒരു പാറ്റേൺ അല്ല ചോദിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം 5 മിനിറ്റ് കൊണ്ട് മാക്സിമം 5 മിനിറ്റ് കൊണ്ട് GK ഒക്കെ എഴുതി തീർക്കുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം GK ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തീർന്നില്ല. ഇംഗ്ലീഷും ചിലപ്പോൾ 5-6 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ആളുകളുണ്ടാവും. ഇവിടെ ഒരുപാട് പാസേജുകളൊക്കെ ഡിഗ്രി പരീക്ഷയ്ക്ക് വരുന്നതുകൊണ്ട് അതും ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച സമയത്തോട് തീർന്നില്ല. അപ്പോൾ നിങ്ങൾ മാത്സിന് ഇത്രയും കാലം കൊടുത്ത പോലത്തെ ഒരു സമയം ഇനി ചിലപ്പോൾ ഈ ഒരു പാറ്റേൺ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റിക്കോണമെന്നില്ല കേട്ടോ. പക്ഷേ അത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് മാത്രമല്ല ഇത് സംഭവിക്കുന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങളെപ്പോലെ പഠിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ പേപ്പറും ബാക്കിയുള്ളവർക്ക് പഴയ TCS പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറും അല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക കേട്ടോ. കാരണം ഈ ഒരു പാറ്റേൺ തന്നെയാണ് എല്ലാവർക്കും ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടഫാവും. എല്ലാവർക്കും ടഫാണെങ്കിൽ എല്ലാവരുടെയും മാർക്ക് കുറയും, കട്ട് ഓഫ് വളരെ കുറയും. 150, 140, 130, 120 ആയാലും ഒരു അത്ഭുതപ്പെടാനില്ല. അപ്പോൾ നിങ്ങൾക്ക് 120 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും 120 ആണെങ്കിൽ അത് മതി കേട്ടോ. അത് മതി പരീക്ഷ പാസ്സാവാൻ. അല്ല 150ൻ്റെ മുകളിൽ മാർക്ക് കിട്ടിയവർ മാത്രമേ ക്വാളിഫൈ ആയിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ TCS പാറ്റേൺ ഇത്രയും കാലം നമ്മൾ ഫോളോ ചെയ്ത് കണ്ടുവന്നൊരു കട്ട് ഓഫ് ആണത്. പണ്ടത്തെ കട്ട് ഓഫ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ചെറുത് 110, 120, 130 കട്ട് ഓഫ് വന്ന സമയമുണ്ട്. അന്നൊക്കെ പരീക്ഷേൻ്റെ ലെവൽ കുറച്ച് കൂടുതലാണ്. നീ എഴുതുന്ന ആളുകളൊക്കെ അന്നും പരീക്ഷ എഴുതുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ്. സ്ഥിരമായി സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് പരീക്ഷ കുറച്ചൊന്ന് ലെവൽ കൂട്ടുന്നതും ഒന്ന് സ്റ്റാൻഡേർഡ് ആക്കുന്നതും. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് റീസണിങ്ങിൽ പല സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും കാര്യം വന്നു എന്നാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ഒന്നും ഇല്ല. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കുട്ടികൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് ആൻസർ കീ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചതുകൊണ്ട് തന്നെ കുറച്ച് സമയം എന്തായാലും അതായത് സിറ്റുവേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചു എന്നാണ്. ഒരു സിറ്റുവേഷൻ ഇങ്ങനെ വന്നാൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഒക്കെ റീസണിങ്ങിന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന് പാസേജ് ടൈപ്പ് കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നു. സാധാരണ ഇതിൽ പ്രിലിംസിന് അങ്ങനെ പാസേജ് ചോദിക്കാറില്ല. പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രിലിംസിന് പാസേജ് അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ പാസേജ് വരുമ്പോൾ എന്തായാലും കുറച്ച് സമയം അധികം നമ്മൾ ആ പാസേജ് വായിക്കാനൊക്കെ കിട്ടും. പിന്നെ പാസേജ് ഒക്കെ വായിച്ചിട്ട് അതിൽ നിന്ന് ആക്റ്റീവ് പാസീവ് വോയിസ് ഒക്കെ ചോദിച്ചു എന്നാണ്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻ ഒക്കെ. പിന്നെ വൊക്കാബൊക്കെ ഇത്രയും കാലം ചോദിച്ചിൽ നിന്നും ഇത്രയും കാലം ഒരു പകുതിയോ 10ഓളം ക്വസ്റ്റൻ വൊക്കാബ് വരുന്നത് ഒരു 4-5 ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുന്നുള്ളൂ. കാരണം അതൊന്നും വെരിഫൈഡ് സോഴ്സ് അല്ല, എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞ അറിയുമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷും കുറച്ച് സമയം എടുക്കുന്ന ടോപ്പിക്കാണ്.
പിന്നെ ഉള്ളത് ജി കെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയുന്നത്. ഇത്രയും കാലം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്നു, ഉത്തരം എഴുതുന്നു, മാക്സിമം ഒരു 10-12 സെക്കൻഡോടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പോകുന്നു. ആ ഒരു ടൈപ്പ് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ അതിനും കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ മാത്സിലോട്ട് വരുമ്പോൾ വലിയ സർപ്രൈസിങ് എലമെന്റ്സ് കാര്യങ്ങളൊന്നും മാത്സിലില്ല. ഇത്രയും കാലം ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ചോദിക്കുന്നത്. പക്ഷേ ഈ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ സെലക്ഷൻ പോസ്റ്റിന് കണ്ടത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചലഞ്ച് ചെയ്യാം. കാരണം പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് പോലത്തെ ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിലില്ല, സെലക്ഷൻ പോസ്റ്റിൻ്റെ സിലബസിലും ഇല്ല, നിങ്ങളുടെ CGL Tier 1 സിലബസിലും ഇല്ല. അപ്പോൾ വേണമെങ്കിൽ ചലഞ്ച് ചെയ്ത് സാധാരണഗതിയിൽ അവസാനം നിങ്ങൾ മാത്സിൻ്റെ MTSൻ്റെയും CHSലിൻ്റെയൊക്കെ സിലബസ് എടുത്ത് നോക്കി അവസാനം ഒരു എക്സെട്രാ എന്നെങ്കിലും കൊടുത്തിട്ടുണ്ട്. അതിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റി ഉൾപ്പെടുത്താം. പക്ഷേ ഡിഗ്രി ലെവലിൻ്റെ സിലബസിൽ അതുപോലും ഇല്ല. കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ട് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിൽ പ്രോബബിലിറ്റിയോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചലഞ്ച് ചെയ്താൽ ചിലപ്പോൾ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും അതോർത്ത് പാനിക് ആവേണ്ട ആവശ്യമില്ല. പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സും ചോദിക്കുമോ, പിന്നെ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. നമ്മളതിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബബിലിറ്റിൻ്റെ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ, പിന്നെ കോർഡിനേറ്റ് ജോമെട്രി, പല ആൾക്കാരും പറയുന്ന കോർഡിനേറ്റ് ജോമെട്രി, 3 ടോപ്പിക്കിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഞാൻ പറയുന്നു, തട്ടിക്കൂട്ട് ക്ലാസ് ഒന്നുമല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ട് ആർക്കെങ്കിലും അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനലിൻ്റെ എന്ത് ആ നിങ്ങൾ പ്ലേലിസ്റ്റിലൊക്കെ പോയി നോക്കിയാൽ ആ വീഡിയോ കിട്ടും. കൃത്യമായിട്ടാവുന്ന ജസ്റ്റ് പരീക്ഷ മുമ്പ് കണ്ടിട്ട് പോവുക. ബെസ്റ്റ് മീന്, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നല്ല പഠിക്കാൻ. നിങ്ങളൊരു ക്ലാസ് കണ്ട് മാക്സിമം ഒരു ഹാഫ് ഡേ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഏരിയ ഉള്ളൂ. പിന്നെ ഓൾറെഡി നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള സംഭവം, അതൊന്നും വലിയ സംഭവമല്ല. പ്രോബിലിറ്റി അതുപോലെ തന്നെ ബേസിക്സ് മാത്രം പഠിച്ചു പോകും. അതിൻ്റെ ഹയർ ലെവലിലോട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ഇനി ഒരു 10-15 ദിവസവും പിന്നെ കോർഡിനേറ്റ് ജോമെട്രിക്ക് എല്ലാം അതിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക കേട്ടോ. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ മെയിനായിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെലക്ഷൻ പോസ്റ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കീ CGLൻ്റെ പരീക്ഷ മുമ്പ് തന്നെ വരാനാണ് സാധ്യത. കാരണം ഇനി പുതിയ കൺട്രാം എന്തോ നമുക്കറിയില്ല. വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും CGLന് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഡിഗ്രി ലെവലും +2 ലെവലും MTS ലെവലും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ചെയ്ത് നോക്കാത്ത നിങ്ങൾ ആരും ഇനി പോകരുത്. കാരണം TCS പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനി പോകരുത്. കാരണം നമ്മുടെ മുമ്പിൽ ഇനി ഈ ഒരു വെണ്ടർ തന്നെയാണ് പരീക്ഷ നടത്തുന്നതെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ, ഈ സെലക്ഷൻ പോസ്റ്റിൻ്റെ പേപ്പർ. അപ്പോൾ അത് നിർബന്ധമായിട്ടും ഒരു 2 പ്രാവശ്യങ്ങൾ നിങ്ങൾ എന്താണ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രത്യേകിച്ച് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് പോലത്തെ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ പോകണം. പിന്നെ ഇതിൻ്റെ സിമിലർ പാറ്റേണിൽ ഏതെങ്കിലും മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അവൈലബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പരമാവധി ഇനി പഴയ TCS പാറ്റേണിൽ തന്നെ ചെയ്യാതെ ഈ ഒരു പാറ്റേണിൽ തന്നെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഇത്ര മാത്രം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. നിങ്ങൾ അത് ചെയ്താൽ മതി. വെറുതെ പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തിനാണ് വെറുതെ പാനിക് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ച ഒരാളാണ്, നിങ്ങൾക്ക് നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടത്. പരീക്ഷ നടത്തുന്ന ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ആദ്യം അഡ്മിറ്റ് കാർഡ് വന്നപ്പോൾ തന്നെ കോമഡി ആയിരുന്നു. അഡ്മിറ്റ് കാർഡിൽ പല സ്ഥലത്ത് ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. ഇപ്പോൾ എന്തോ റോഡ് എന്നൊക്കെ ഉള്ളിടത്ത് RAOD എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് അവരുടെ നിലവാരം മനസ്സിലായത്. പിന്നെ പരീക്ഷ നടന്ന പല സെൻറ്റേഴ്സും പിന്നെ അവരുടെ സെർവർ ആയാലും അവരുടെ സോഫ്റ്റ്വെയർ ആയാലും ഭയങ്കര സ്ലോ ആണ്, മൗസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പലരും കണ്ടു. ഇപ്പോൾ ഏതൊരു സെൻറ്ററിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, അവിടുത്തെ സ്റ്റാഫ് വന്നപ്പോൾ സാർ മൗസ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്റ്റാഫിനോട് ചോദിച്ചതാന്ന് പോലും അല്ല, സ്റ്റാഫ് കുട്ടിയോട് ചോദിച്ചു അതിന് മൗസൊക്കെ പരീക്ഷ എഴുതാൻ ആവശ്യമുണ്ടോ. അപ്പോൾ ഇത്രയും വിവരമില്ലാത്ത സ്റ്റാഫുകളുമാണ് ചിലപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ പരീക്ഷ നടത്തുന്ന ഏജൻസിയുടെ ഭാഗത്ത് ചില മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്ര പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ കുട്ടികൾ പറഞ്ഞതിൽ ക്വസ്റ്റ്യൻ കുറച്ച് ലെവൽ പാറ്റേൺ മാറി എന്നതിൻ്റെ അപ്പുറത്തേക്ക് പരീക്ഷ വലിയ ബുദ്ധിമുട്ടാണോ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ആരും പറഞ്ഞ് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആരും പാനിക് ആവേണ്ട ആവശ്യമില്ല. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ആഗ്രഹിച്ച മാറ്റങ്ങളാണ്. പക്ഷേ ഈ പരീക്ഷ നടത്തുന്ന കാര്യത്തിൽ ഏജൻസിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഈ പരീക്ഷ മാറ്റുമോ എന്ന് ചോദിച്ചാൽ ആരും നടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുമ്പിൽ ഇന്നത്തെ ഡേറ്റ് തന്നെ ഓഗസ്റ്റ് 13 CGL ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ്. മാറ്റുമെന്നും മാറ്റില്ല എന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്കതറിയില്ല. ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ SSCയുടെ വെബ്സൈറ്റിലോ ഞാനിത് അറിയാത്തിടത്തോളം കാലം നിങ്ങൾ അതും വിശ്വസിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾ SSCൻ്റെ പരീക്ഷ മാറ്റും എന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പഠിക്കും, അവനാ പരീക്ഷ എഴുതിയും പോകും. നിങ്ങളോ ഇനി അവസാനം കേസ് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം വേസ്റ്റ്, അത്രേ ഉള്ളൂ. അതൊക്കെ മടിയന്മാർ ചെയ്യുന്ന ഒരു ലക്ഷണമാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഇനി പരീക്ഷ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും നമ്മൾ പഠിക്കാനുള്ള നമ്മൾ ഡെയിലി പഠിക്കുന്നില്ല. അപ്പോൾ പാറ്റേൺ ചേഞ്ച് ആയ സ്ഥിതിക്ക് ആ ഒരു പാറ്റേൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് കുറച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ മുമ്പിൽ കുറച്ച് സമയമുള്ളൂ, 10-15 ദിവസമുള്ളൂ. ഈ 15 ദിവസം കൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ മോക്ക് ടെസ്റ്റ്, ഈ ടൈപ്പ് മോക്ക് ടെസ്റ്റ് ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. പക്ഷെ എന്നാൽ കിട്ടുന്നിടത്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുക. ഈ പറയുന്ന ക്വസ്റ്റൻ പേപ്പർ വരുമ്പോൾ ഇതെല്ലാം ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പാറ്റേണിലൊന്ന് എക്സാം ആയിട്ട് തന്നെ ചെയ്ത് നോക്കുക. വെറുതെ ആദ്യം ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പല സൈറ്റുകളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ട് എക്സാം പോലെ തന്നെ ചെയ്ത് നോക്കുക. അത് വെറുതെ ഒരു ആൻസർ കീ നോക്കുക, അല്ല എക്സാം പോലെ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടാത്ത പല ക്വസ്റ്റൻ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ കീ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടുള്ളൂ. ബാക്കിയുള്ള ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു. നിങ്ങളെ പാനിക് ആക്കാനും നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാനും ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. കാരണം ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു മിനിമം ഇപ്പോൾ ഒരു കേരളത്തിലാണ് 10,000-20,000 വ്യൂസ് കിട്ടുന്ന ഉറപ്പാണ്. കാരണം എല്ലാവരും ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് വീഡിയോ ചെയ്താലും കാണാൻ ആൾക്കാരുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ പല എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യും. നിങ്ങൾ അതിന് സമയം കളയണ്ട. നിങ്ങൾ ഇതുപോലെ ട്രസ്റ്റ് ആയിട്ടുള്ള കുറച്ച്
യൂട്യൂബ് ചാനൽ വളരെ നന്നായിട്ട് നിങ്ങൾ വളരെ കംഫർട്ട് ആക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ മലയാളത്തിൽ കണ്ടു. നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്ന വീഡിയോസൊക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് കണ്ടാൽ മതി, പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് കണ്ടാൽ മതി. നിങ്ങൾ വെറുതെ പാനിക് ആക്കുന്ന നെഗറ്റീവ് വീഡിയോസ് ഇനി കണ്ടാലും നിങ്ങളത് ഉള്ളിലോട്ട് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. അത് SSC വെബ്സൈറ്റിൽ പറയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അത് ട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മൾ അറിയുന്ന ഒരാൾ പറയാത്തിടത്തോളം കാലം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പാനിക് ആവാൻ നിൽക്കണ്ട കേട്ടോ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പ്രശ്നം വരും. പിന്നെ പ്രശ്നങ്ങൾ എല്ലാം വലിയ പ്രശ്നങ്ങളാണെന്ന് ചോദിച്ചാൽ ആണെന്ന് ഞാൻ പറയുന്നത്. പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എല്ലാത്തിനും നമ്മൾ പണ്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല, ഇപ്പം മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പറയുമ്പോൾ നമ്മൾ നമ്മളാക്കണം. കാരണം ചെറിയൊരു പ്രശ്നം, ഇപ്പോൾ ചില സെൻറ്റേഴ്സിൽ എക്സാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അത് TCSന്റെ സമയത്ത് പല സെൻറ്റേഴ്സിൽ എക്സാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫസ്റ്റ് നടത്തുന്ന ഒരു ഏജൻസിയാണ്, അപ്പോൾ അവർക്ക് അവരുടേതായ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അവർ പണ്ട് CCSന്റെ അത്രയൊരു കംഫർട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. TCS എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഏജൻസിയാണ്. ഇത് അത്ര വലിയൊരു ഏജൻസി ഒന്നും അല്ല എന്നാണ് കേട്ടത്. ഇവരുടെ ഫോൾട്ടുകൾ ഉണ്ടാവും, നന്നാവും, നമുക്ക് സമയം കൊടുക്കാനുള്ള ഒരു അവസരം നമുക്കില്ല. കാരണം നമ്മുടെ ഭാവിയാണ് പോകുന്നത്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇതൊന്നും ചെയ്യാനില്ല. നമ്മുടെ മുമ്പിൽ ആകെ ചെയ്യാനുള്ളതാണ് മാക്സിമം ട്വിറ്റർ പ്രൊട്ടസ്റ്റൊക്കെ നടത്തുമ്പോൾ അതിലൊന്നും പങ്കെടുക്കുക എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യം ഒന്നും ചെയ്യാനുള്ളതാണ്, നമുക്ക് പഠിക്കാനുള്ളത് പഠിക്കുക. ഒരു കണക്കിന് പരീക്ഷ ടഫാവുന്നത് നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ ആശ്വസിക്കുക, നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ ഒരു അവസാന നിമിഷമാണ്, വെറും 1-2 ആഴ്ച പരീക്ഷകൾ. ഈ ഒരു സമയത്ത് വേണ്ടാത്ത ചിന്തകൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ വെറുതെ സ്വയം പാനിക് ആവാനും നമ്മുടെ പരീക്ഷ കൊളാക്കാനും കാണും. പല ആൾക്കാരും പറഞ്ഞ് സാറേ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം വെണ്ടറൊക്കെ മാറണം. അപ്പം നിങ്ങൾ TCSനെ കണ്ടിട്ടാണോ ഈ SSC പഠിക്കാൻ ഇറങ്ങിയെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വെണ്ടർ മാറി ഇനി പഠിച്ചിട്ട് കാരണം ഈ കാണാതെ പഠിച്ച് വെക്കുന്ന ആൾക്കാർക്ക് കാര്യമില്ല. അത് ഞാൻ ഇല്ലാന്ന് തന്നെ പറയാം. കാണാതെ പഠിച്ച് വെറുതെ വന്നിട്ട് എല്ലാം ഛർദ്ദിക്കുന്ന ആളുകൾക്ക്, ആ TCSന്റെ ക്വസ്റ്റൻസ് ഒക്കെ അതുപോലെ കാണാതെ വന്ന് ഛർദ്ദിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ കാര്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നിങ്ങൾ കൺസെപ്ച്വലി എല്ലാം കൃത്യമായിട്ട് മാത്സ് ആയാലും റീസണും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ച ഒരാളാണെങ്കിൽ ആര് പരീക്ഷ നടത്തിയാൽ, ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്, ആര് പരീക്ഷ നടത്തിയാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈസി ആണെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിരിക്കും, ടഫ് ആണെങ്കിൽ എല്ലാവർക്കും ടഫ്, നിങ്ങൾക്കും ടഫ് ആയിരിക്കും. പക്ഷേ എല്ലാവരും ആ കിട്ടുന്നതിൻ്റെ മാർക്കിൻ്റെ ഒരു പടി മുകളിൽ നിങ്ങളുടെ മാർക്ക് എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കും. അതിപ്പോൾ എല്ലാവർക്കും 100 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 105 മാർക്ക് ഉണ്ടാവും. എല്ലാവർക്കും 150 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 160 മാർക്ക് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിച്ചതൊന്നും വേസ്റ്റ് ആയി പോയില്ല, അതൊന്നും ആരും മനസ്സിലൊന്നും വെക്കണ്ട. പിന്നെ ഇത്രയും കാലം ചെയ്ത ഞാൻ പറഞ്ഞു, ഈ ടൈം 5 മിനിറ്റ് കൊണ്ട് GK തീർക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആവുമ്പോൾ പോസിബിൾ അല്ല. അപ്പം അങ്ങനത്തെ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ പരമാവധി എന്ത് ചെയ്യുക, പഠിച്ചതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ വരുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റൻ പരമാവധി പെട്ടെന്ന് വായിച്ച് പ്രാക്ടീസ്. പിന്നെ ഇനി അങ്ങോട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പറ്റും ഡെയിലി ഒരു റീഡിംഗ് ഹാബിറ്റ് ഒക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പത്രം വായിക്കുന്ന ഒരു ഹാബിറ്റ് ഒക്കെ ഉണ്ടാക്കി. കാരണം റീഡിംഗ് കോമ്പ്രഹൻഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ GKയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ വരുമ്പോൾ ഒറ്റ വായനയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഡെയിലി ഒരു അരമണിക്കൂറൊക്കെ ഒരു പറ്റുകയാണെങ്കിൽ ഒരു പത്രം വായന ഹാബിറ്റൊക്കെ കൊണ്ടുവരാൻ, ഈ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷം ഈ ഒരു പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അടുത്ത വർഷത്തേക്ക് യൂസ്ഫുൾ ആവാനെങ്കിലും, ഇനി ഇപ്രാവശ്യം പ്രിപ്പറേഷൻ തുടങ്ങിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾ ഡെയിലി പത്രം വായിക്കുന്ന ഹാബിറ്റൊക്കെ കൊണ്ടുവരും. ഞാൻ എപ്പോഴും എല്ലാ കുട്ടികളോടും പറയുന്ന, ഇത്രയും കാലം എന്താ പറയുക, നമ്മുടെ ഇംഗ്ലീഷ് ഈസിയാന്ന് വെച്ചിട്ട് ഇനി അങ്ങോട്ട് ഈസി ആവണമെന്നില്ല. ഇംഗ്ലീഷ് ഈസിയാണ്, പക്ഷേ നമുക്ക് കുറച്ച് റീഡിംഗ് ഹാബിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ കോംപ്രഹൻഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ വായിച്ച് നമുക്കത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കി ഒറ്റ വായനയിൽ തന്നെ ആൻസർ. കാരണം ഒറ്റ വായനയിൽ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മൾ 10 പ്രാവശ്യം വായിച്ചിട്ട് അതിന് ആൻസർ കണ്ടെത്താനുള്ള സമയം നമുക്ക് പരീക്ഷയ്ക്കില്ല. അപ്പോൾ ഒറ്റ വായനയിൽ ആൻസർ കണ്ടെത്തുന്ന രീതിയിൽ തന്നെ നമ്മൾ റീഡിംഗ് കോംപ്രഹൻഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം പണ്ടത്തെ പോലെ ക്ലോസ് ടെസ്റ്റ് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഇംഗ്ലീഷൊന്നും അല്ല ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും പാനിക് ആവാതെ നമ്മൾ ചെയ്യാനുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വീണ്ടും മുകളിൽ ചെയ്ത് നിങ്ങളെ പാനിക് ആക്കാനോ നിങ്ങളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാനോ ഞാനില്ല. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണം, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയുന്ന കാര്യമാണ്, നമുക്കത് റിപ്ലൈ. പിന്നെ നമ്മുടെ SSC മലയാളി ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം അതിലൊക്കെ ഒരുപാട് കുട്ടികൾ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പരീക്ഷ എഴുതിയ കുട്ടികൾ ജെന്യൂനായിട്ട് അവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, കണ്ടു നോക്കുക. അല്ലാതെ വേറെ എന്തെങ്കിലും യൂട്യൂബ് ചാനൽ, പണ്ടൊക്കെ ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അന്ന് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അന്ന് ഫുൾ എക്സാം ലീക്കിനെ പറ്റിയുള്ള യൂട്യൂബ് വീഡിയോസ് ആയിരുന്നു. എക്സാം ലീക്കായി, ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ഹിയറിംഗ് എന്നാണ്, അല്ലെങ്കിൽ കോടതി എന്താണ് പറഞ്ഞത്. കോടതി ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, വെറുതെ കോടതി ഇന്നത് പറഞ്ഞു, കോടതി അത് പറഞ്ഞു, അല്ലെങ്കിൽ കോടതി മറ്റേതാക്കി മറിച്ചതാക്കി എന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മളെല്ലാവരും കാണുന്നവർക്ക് അറിയാം. അപ്പോൾ അത് മുതലാക്കാൻ വേണ്ടി വെറുതെ ഓരോ വീഡിയോസ്. അപ്പോൾ അത് ഇന്ന് ഇപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ചാണ് മാത്രമേ. അപ്പോൾ നിങ്ങൾ വേണ്ടാത്ത വീഡിയോസൊക്കെ ഒഴിവാക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. എത്ര എനിക്ക് ഘട്ടത്തിൽ പറയാനുള്ളൂ. മറിച്ച് എന്തെങ്കിലുമൊക്കെ ഒഫീഷ്യലായിട്ട് ഇൻഫർമേഷനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി, നമ്മുടെ ടെലഗ്രാം ചാനൽ, നമ്മുടെ വാട്സാപ്പ് ചാനലൊക്കെ വഴി നമ്മൾ എന്തായാലും നിങ്ങളെല്ലാവരും അറിയുക. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. വെറുതെ പാനിക്കായിട്ട് എല്ലാവരും പാനിക് ആക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ പറയാറില്ല. അതിന് കുറേ തെറിയും കേൾക്കാറുണ്ട്, വേറെ കാര്യം. കാരണം ബാക്കിയുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു, ബാക്കിയുള്ളവർ ഇങ്ങനെ പറഞ്ഞു, SSC മലയാളം എന്തൊന്നും മിണ്ടാത്ത, ഒന്നും പറയാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. നമ്മളങ്ങനെ എല്ലാവരും പറയുന്നതിനനുസരിച്ച് നമ്മൾ തുള്ളാറില്ല. നമുക്കറിയുന്ന കാര്യങ്ങൾ മാത്രം, നമുക്ക് ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കുട്ടികളോട് പറയാറുള്ളൂ. ഇനി അതേ പറയുള്ളൂ. ആരാണ് എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 100% നമ്മളെ വിശ്വസിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര ഇന്നത്തേക്ക് പറയാനുള്ള. ആരും പാനിക് ആവാതെ നമ്മുടെ പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു CGL പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അതിന് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.